ധ്യാനത്തിലായിരുന്ന ഗുരുവിനെ യുവാവ് ഓടി വന്ന് തട്ടി ഉണർത്തിയതിന് ശേഷം പറഞ്ഞു, സൂക്ഷിക്കണം, ഒരു കുരങ്ങ് കത്തിയുമായി ഇതുവഴി നടപ്പുണ്ട്. ഗുരു പറഞ്ഞു, പേടിക്കണ്ട, മനുഷ്യനല്ലല്ലോ. അല്പം കഴിഞ്ഞ് യുവാവ് നോക്കിയപ്പോൾ കുരങ്ങ് കത്തിയും വലിച്ചെറിഞ്ഞ് മറ്റൊരു വഴിക്ക് പോകുന്നത് കണ്ടു. ഉപകരണങ്ങളല്ല, അവയുടെ ഉപയോഗങ്ങളാണ് ഉപകാരവും ഉപദ്രവവും തീരുമാനിക്കുന്നത്. ഒന്നും അതിൽ തന്നെ തിന്മയല്ല. ആരുപയോഗിക്കുന്നു, എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു എന്നതിലാണ് ശരിയും തെറ്റും. ഉപയോഗിക്കാൻ അറിഞ്ഞാൽ പോരാ, ശരിയായി ഉപയോഗിക്കാൻ അറിയണം. ഉപയോഗിക്കാൻ അറിയില്ലാത്തവൻ്റെ കയ്യിൽ ഒരു വസ്തു കിട്ടുന്നതിനേക്കാൾ അപകടകരം ദുരുപയോഗം അറിയുന്നവൻ്റെ കയ്യിൽ അത് ലഭിക്കുന്നതാണ്. ആയുധത്തിൻ്റെ മൂർച്ചയല്ല, അത് ഉപയോഗിക്കുന്നവൻ്റെ ഉള്ളിലെ ഉദ്ദേശത്തിൻ്റെ മൂർച്ചയാണ് അതിൻ്റെ ഉപയോഗം വ്യക്തമാക്കുന്നത്. ഉദ്ദേശശുദ്ധിയുള്ളവന് മാത്രമേ ഉപകരണശുദ്ധിയും ഉണ്ടാകൂ. ഓരോ പ്രവൃത്തിയും അത് ചെയ്യുന്നവരുടെ തിരഞ്ഞെടുപ്പാണ്. ഇംഗിതങ്ങൾ ഹിതകരമാകുക എന്നതാണ് കർമ്മങ്ങൾ ഹാനികരമാകാതിരിക്കാനുള്ള മാർഗം. അശ്ലീല ചിന്തകളുള്ളവരുടെ കയ്യിലെത്തുന്ന ആയുധങ്ങളെ മാത്രം ഭയപ്പെട്ടാൽ മതി. അല്ലാത്തവ ക്രിയാത്മകവും കാര്യമാത്ര പ്രസക്തവുമാകും. മനുഷ്യൻ്റെ അത്രയും വസ്തുക്കളെ ദുരുപയോഗിക്കുന്ന മറ്റൊരു വംശവും കാണില്ല. മൃഗങ്ങളും പക്ഷികളും കൊല്ലുന്നതുപോലും വിശപ്പടക്കാനാണ്. അടിസ്ഥാനപരമായി ക്രൗര്യഭാവം നിലനിർത്തുന്ന നാൽക്കാലികളെക്കാൾ അപകടകാരികളാണ് പുറമേ ശാന്തത പ്രകടിപ്പിച്ച് ഒളിച്ചിരുന്ന് ആക്രമിക്കുന്ന മനുഷ്യർ. ചുറ്റുമുള്ളതെല്ലാം ഒരാൾക്കു വേണ്ടിയുള്ളതോ അയാൾക്കെതിരെയുള്ളതോ അല്ല. എല്ലാം അതതിൻ്റെ ലക്ഷ്യങ്ങളും താൽപ്പര്യങ്ങളുമായി മുന്നോട്ടു പോകുന്നതാണ്. അഭിമുഖമായി വരുന്നവരെല്ലാം എതിരിടുന്നവരാണെന്നും അടുത്തുകൂടി പോകുന്നവരെല്ലാം അടുപ്പമുള്ളവരാണെന്നും ധരിക്കേണ്ട. ആരെക്കുറിച്ചും അനാവശ്യമായ പ്രതീക്ഷകളും ആശങ്കകളുമില്ലാതെ ജീവിച്ചാൽ അധിക വ്യാകുലതകളില്ലാതെ കഴിയാം. അതിർത്തിക്കപ്പുറത്തുകൂടി പോകുന്ന കാര്യങ്ങളെല്ലാം മനസ്സിലാക്കേണ്ടതോ വിശകലനം ചെയ്യേണ്ടതോ അല്ല. അവയ്ക്കെല്ലാം അവയുടെ സഞ്ചാരപഥങ്ങളും കാരണങ്ങളുമുണ്ട്. ചുറ്റുപാടും സംഭവിക്കുന്നതിനെക്കുറിച്ചെല്ലാം ആധി ഉണ്ടായാൽ കാറ്റിനെക്കുറിച്ചും മഴയെക്കുറിച്ചും മഞ്ഞിനെക്കുറിച്ചും ആകുലപ്പെടേണ്ടി വരും. മൂക്കിന് നേരെ വന്നാൽ മാത്രം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് 300 മീറ്റർ അപ്പുറത്ത് നിന്നേ വേവലാതിപ്പെടുന്നത് എന്തിനാണ്?